ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന KSRTC കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ വിഭാഗത്തിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വ്യത്യസ്തമായുള്ള താൽക്കാലിക ഒഴിവുകളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോലി ഒഴിവുകളാണുള്ളത്. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് CMD വൈ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് KSRTCയിലേക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സ്വിഫ്റ്റ് വിഭാഗത്തിലേക്ക് സ്വിഫ്റ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു. ആ കമ്പനിക്ക് കീഴിൽ ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പം അതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്ന വേക്കൻസി ഒരു വേക്കൻസിയാണ്. മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതുപോലെ അതിലേക്ക് എക്സ്പീരിയൻസും വേണം. അതുപോലെ 60 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ 35,000 രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന ശമ്പളം. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ താൽക്കാലിക ജോലി ഒഴിവുകളാണ്. ഓവർസിയർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം വന്നിട്ടുണ്ട്. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് MGNREGS ഓഫീസിൽ ഓവർസിയർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. ITI ഡ്രാഫ്റ്റ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിജയമാണ് ഓവർസിയർ തസ്തികയിലേക്കുള്ള യോഗ്യത. BCom ബിരുദവും PGDCയുമാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് വേണ്ട യോഗ്യത. ഓവർസിയർ തസ്തികയിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷിച്ചാൽ മതി. ജൂലൈ 17 ഉള്ളിൽ അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് അതുപോലെ ഫെസിലിറ്റേറ്റർ നിയമനം വന്നിട്ടുണ്ട്. നിലമ്പൂർ പട്ടികവർഗ വികസന പ്രൊജക്ട് ഓഫീസിലും ഓഫീസിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് എന്നിവിടങ്ങളിൽ ആരംഭിക്കുന്ന സഹായി കേന്ദ്രയിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെയും മാഞ്ചേരി ഉന്നതിയിലേക്ക് ഫെസിലിറ്റർമാരെയും SLC വിജയം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, അടിസ്ഥാന യോഗ്യത കോഴ്സ് വിജയം എന്നിവയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടുള്ള യോഗ്യത. താല്പര്യമുള്ള കേരള ക്ലാസ് തയ്യാറാക്കിയ അപേക്ഷ, അതുപോലെ നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ്, SL സർട്ടിഫിക്കറ്റ് എന്നിവയുമായിട്ട് ജൂലൈ 19 ഇതിൻ്റെ ഇൻ്റർവ്യൂ ITDP ഓഫീസിൽ നടക്കുന്നത്. പിന്നെ ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനി നിയമനമാണ് അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിലെ പട്ടികവർഗ വികസന വകുപ്പ് കീഴിലുള്ള വിവിധ ഓഫീസുകളിൽ ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനികളെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 10,000 രൂപയ്ക്കും ഓണറേറിയം ലഭിക്കുക. ജൂലൈ 20 ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓഫീസുകളിൽ ബന്ധപ്പെടേണ്ടത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ജോലിയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ILDMൻ്റെ ഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ വീഡിയോ എഡിറ്റർ, വിഷ്വൽ മീഡിയ ഇൻറ്റേൺസിൻ്റെ തസ്തികയിൽ ഓരോ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വീഡിയോ എഡിറ്റർ തസ്തികയിലേക്ക് ഉയർന്ന പ്രായപരിധി 35 ഇൻറ്റേൺഷിപ്പിന് 30 വയസ്സുമാണ് ആണ്. വീഡിയോ എഡിറ്റർ നിയമനം 1 വർഷ കാലയളവിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ്. പ്രതിമാസം 20,065 രൂപ ശമ്പളം, സൗജന്യ താമസ സൗകര്യം നൽകും. അതുപോലെ ന്യൂസ് ക്ലിപ്പുകൾ തയ്യാറാക്കൽ, ലൈവ് ട്രാൻസ്മിഷൻ, സ്വിച്ചിങ്, ഓൺലൈൻ എഡിറ്റിംഗ്, വീഡിയോ ഫുട്ടേജിൻ്റെ അപ്ലോഡിംഗ്, ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കൽ, അങ്ങനെ ആയിരിക്കും ജോലികളൊക്കെ ഉണ്ടായിരിക്കാം. ഇതിൻ്റെ അഭിമുഖം ജൂലൈ 17 കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കോഴിക്കോട് സിറ്റി DHQവിൽ വാക്കിൻ ഇൻ്റർവ്യൂ. കോഴിക്കോട് സിറ്റി DHQവിൽ നിലവിലുള്ള ഒഴിവുള്ള ക്യാമ്പ് ഫോളോവർ, കുക്ക്, സ്വീപ്പർ, ധോബി തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ അപേക്ഷ, ബയോഡാറ്റ, ആധാർ കാർഡിൻ്റെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം 15 രാവിലെ 10:30 ആണ് ഇതിലെത്തിച്ചേരേണ്ടത്. പിന്നെ അതുപോലെ ജില്ലാ റിസോഴ്സ് സെൻ്ററിൽ തൊഴിലവസരം, അങ്ങനെ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. താല്പര്യമുള്ളവർ ഈ അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ ലിങ്ക് വഴി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.